ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് റിവ്യൂനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾട്ടോ കാറിന്റെ റേറ്റിൽ സ്വിഫ്റ്റിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സ് കിട്ടുന്ന നല്ലൊരു വാഹനമുണ്ടോ. അതായത് നമ്മുടെ ഹുണ്ടായുടെ ഐട്ടൺ ആണ്. 2011 മോഡൽ 12 രജിസ്ട്രേഷൻ വരുന്ന വാഹനമുണ്ടോ. വെറും 38,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ള. പ്രോപ്പർ ഷോറൂം സർവീസ് ഒക്കെ ചെയ്ത് ആ ക്വാളിറ്റി തന്നെ കാണാം. നമുക്ക് വണ്ടി കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. അതുപോലെ തന്നെ ഗ്രേ കളറുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് കളറുമാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നല്ല നീറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണോ. അല്ല, ഗ്രില്ലും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിൽ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല സ്റ്റൈലിഷ് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് എന്തായാലും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ഡിസൈനാണ്. ഓവറാക്കി ചളാക്കി കിട്ടുമല്ലോ കേട്ടോ. അതുപോലെ തന്നെ നല്ല സിൽവർ ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു വലിയ ബാഡ്ജിങ് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ ഫോഗ്ലാമ്പിനുള്ള പ്രൊവിഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോഗ്ലാമ്പ് ഇല്ല വണ്ടിക്ക്. വണ്ടി മാഗ്ന വേരിയന്റ് ആണ്. അപ്പോൾ ഈ വാഹനത്തിന്റെ സൈഡ് വ്യൂ നോക്കാം. സൈഡ് വ്യൂ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് വരുന്ന വാഹനമാണ്. ടോൾ ബോയ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയാണോ. അതിന് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറൊക്കെ നോക്കുമ്പോൾ അതിൽ ഫ്രഷ് 4 പുതിയ ടയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതും 13 ഇഞ്ച് ടയറാണോ. അതും ചേഞ്ചിന്റെ ടൈമിൽ ഒരുപാട് റേറ്റും കാര്യങ്ങളും വരുന്നില്ല. അതിന് ഷോറൂമിൽ നിന്ന് കൊടുത്തുവിട്ട അന്നത്തെ ആ കമ്പനി വിൽക്കപ്പും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിലുള്ളത്. അതുപോലെ വി ടി എന്നുള്ള ബാഡ്ജിങ് ഒക്കെ സൈഡിൽ കാണാം. വാഗണറെ വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ഡിസൈനാണ്. ഒരു പ്രീമിയം ഫീലും കിട്ടുന്ന വണ്ടിയാണോ. ഡോറൊക്കെയും നല്ല ഹെവി ഡോറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇന്റീരിയർ വരുന്നത്. വണ്ടിയിലേക്ക് കയറി ഇറങ്ങാനൊന്നും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. സിമ്പിളായിട്ട് നമുക്ക് കയറാൻ ഇറങ്ങാൻ സാധിക്കും കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഇന്റീരിയർ കാണിച്ചു തരാം. ഇന്റീരിയർ നോക്കുമ്പോഴാലും ഈ വാഹനത്തിന് നല്ല ആൻഡ്രോയിഡ് സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിൽഡ് എസിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇട്ടാൽ കൂടാവുന്ന എ സിയാണ് ഹുണ്ടായുടെ വരുന്നത്. അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ പക്കയാണ്. നല്ല സ്മൂത്ത് ഡ്രൈവും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വരുന്നത്. ഇന്റീരിയറൊക്കെ നല്ല ഫ്രഷ് ലുക്കിലാണ് ഉള്ളത്. സീറ്റ് കവറൊക്കെ നല്ല പുതിയ സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വാഹനത്തിൽ എടുത്ത് പറയേണ്ടതായിട്ട് നമുക്ക് ഫോർഡോ പവർ വിൻഡോയും മിറർ അഡ്ജസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ വണ്ടിക്ക് വരുന്നുണ്ട് കേട്ടോ. അത് കൂടാണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും റിവേഴ്സ് ക്യാമറയൊക്കെ വണ്ടിക്ക് വെച്ചിട്ടുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ആഡ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡ് നോക്കുമ്പോഴായാലും ഇവിടെയും നല്ല നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലിട്ടാണ് കാർപ്പറ്റ് വരെ നല്ല ക്വാളിറ്റി കാർപ്പറ്റും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു 3D കാർപ്പറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കയറി ഇരിക്കാനായാലും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുന്നില്ല. നല്ല ഹെഡ് റൂമും ലെഗ് റൂം ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സീറ്റ് അത്യാവശ്യം ഞാൻ ഡ്രൈവിംഗ് പൊസിഷനിൽ ഇട്ടിട്ടുള്ളത്. എന്നാലും അത്യാവശ്യം നല്ല ലെഗ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഡോറുകളൊക്കെ പറയേണ്ട പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇതിന്റെ ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഇട്ടുള്ള ഡോറുകളൊക്കെയാണ് വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വാഹനത്തിന്റെ ബാക്ക് സൈഡിലേക്ക് പോകാം. ബാക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയും പ്ലെയിൻ ആയിട്ട് തന്നെയുള്ള വേറെ സ്പോയിലറോ കാര്യങ്ങളൊന്നും എക്സ്ട്രാ കൊടുത്തിട്ടില്ല. പക്ക സ്റ്റോക്ക് കണ്ടീഷനിലാട്ടോ. ഇവിടെ ഒരു ഹുണ്ടായി 1.2 അതിന് ഐട്ടൺ മാഗ്ന എന്നുള്ള ബാഡ്ജിങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ല, ബൂട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ഡോർ ക്ലിപ്പ് പോലത്തെ ക്ലിപ്പ് വന്നിട്ടുണ്ട്. ജസ്റ്റ് അൺലോക്ക് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് തുറക്കാൻ പറ്റൂട്ടോ. അത്യാവശ്യം നല്ല ഹെവി ബാക്ക് ഡോറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും വരുന്നുണ്ടോ. വാഗണർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബൂട്ട് സ്പേസ് കൂടുതൽ ലഭിക്കുന്നുണ്ട്. അതിന് ഇവിടെ ഒരു സ്പീക്കർ പാഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ടെഡി പോലുള്ള സാധനങ്ങളൊക്കെ വെക്കാട്ടോ. അല്ല, ബാക്ക് ഡോർ അടയ്ക്കാനായാലും ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റൂട്ടോ. പിന്നെ റിവേഴ്സ് സെൻസറും കാര്യങ്ങളൊക്കെ കൊടുത്ത് തന്നെ കാണാം. ബാക്ക് ക്യാമറയൊക്കെ ഇവിടെ നല്ല നീറ്റ് ആയിട്ട് തന്നെ മൗണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടൈലൈറ്റ് ഒക്കെ ആയാലും നല്ല ഭംഗിയുള്ള ടൈലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഓവർ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല. സിമ്പിൾ ഡിസൈനാണ്. പിന്നെ ഈ സൈഡ് വ്യൂ നോക്കുമ്പോഴായാലും നീറ്റ് ആയിട്ടുള്ള വേറെ ടച്ച് ആൻഡ് പോളിഷോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ. പിന്നെ ബീഡിങ്ങുകളൊക്കെ നീറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വൃത്തി തന്നെയാണ് വണ്ടി ഉള്ളത് കേട്ടോ. പിന്നെ ഗ്രേ കളർ ആയതുകൊണ്ട് വണ്ടിക്ക് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ സൈഡ് നമ്മുടെ ഈ മിററിന്റെ എവിടെ ആയിട്ടാണ് ഇതിന്റെ സിഗ്നലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല. സാധാരണ ഇതൊക്കെ പൊട്ടിയിരിക്കാറ് പതിവ്. ഇതൊക്കെ വൃത്തി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ കാപ്പ എഞ്ചിന്റെ കാപ്പ 2 എന്നുള്ള ഒരു ബാഡ്ജിങ്ങും ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഈ വാഹനത്തിന്റെ എഞ്ചിൻ റൂം തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ ഈ വാഹനത്തിന്റെ എഞ്ചിൻ റൂം തുറന്നു നോക്കുമ്പോൾ അത്യാവശ്യം ഹെവി ബോണറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ നല്ല നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള എഞ്ചിൻ റൂമാട്ടോ വരുന്നത്. വേറെ ഒരു രീതിയിലുള്ള അഴുക്കോ കാര്യങ്ങളോ ഇല്ല. അതിൽ ഓയിൽ ലീക്കോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. നീറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ അബ്രോണും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴായാലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വേറെ പൊട്ടിച്ചിട്ടോ പണിതിട്ടോ ഒന്നുമില്ല. മേജറായിട്ടുള്ള ആക്സിഡന്റ് ഒന്നും ഈ വാഹനം ഫേസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിന്റെ മൈലേജിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഹൈവേയിലൊക്കെ ഒരു 16 കിലോമീറ്റർ അടുപ്പിച്ചൊക്കെ മൈലേജ് കിട്ടും. ലോക്കൽ റോഡോട് വയ്ക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കും കേട്ടോ. ഒരു 14 അടുപ്പിച്ചുള്ള മൈലേജ് ആയിരിക്കും. അത്യാവശ്യം നീറ്റ് ആയിട്ട് കൊണ്ടടക്കാൻ നല്ല യാത്രാസുഖം ലഭിക്കുന്ന ഒരു വാഹനമാണ് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ ഐട്ടൺ ഓടിച്ചോണ്ടിരിക്കട്ടോ. നല്ലൊരു കംഫർട്ടബിൾ ആണ് ഈ വണ്ടി ഓടിക്കാനായിട്ട്. അത്യാവശ്യം നല്ല സീറ്റിംഗ് ഹൈറ്റ് ആട്ടോ. വാഗണറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഹൈറ്റിൽ നമുക്ക് ഇരിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡ്രൈവിംഗ് ആയാലും നമുക്ക് ഫ്രണ്ട് നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗും ചിൽഡ് എ സിയും ആൻഡ്രോയിഡ് സ്റ്റീരിയോയും
അതുപോലെ ഫോട്ടോ പവർ വിൻഡോയും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതുപോലെ നമുക്ക് മിറർ വരെ ഉള്ളിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിയാണ്. ചെറിയൊരു ബഡ്ജറ്റ് കിട്ടുന്നത് വെച്ചിട്ട് നല്ലൊരു ഫാമിലി കാറാണ് കേട്ടോ. അല്ല കുറച്ച് നടുവേദന ഉള്ളവർക്കും പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ ആയാലും കയറി ഇറങ്ങാനായാലും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർ തന്നെ പറയാം കേട്ടോ. എ സി ഒക്കെ അത്യാവശ്യം നല്ല കൂളിംഗ് തന്നെ ഉണ്ട്. സ്മൂത്ത് ഡ്രൈവും ഉണ്ടോ വണ്ടിക്ക്. അപ്പോൾ അതെ ലോ കിലോമീറ്ററിന്റെ എല്ലാ ക്വാളിറ്റീസും ഉള്ളിൽ നോക്കുമ്പോഴേ അറിയാൻ സാധിക്കും. നല്ല ഫ്രഷ്നെസ് ആ വണ്ടിയുടെ പോയിട്ടില്ല കേട്ടോ. ഒരു ഫ്രഷ് വണ്ടി ഓടിക്കുന്ന അതേ ഫീലിൽ തന്നെ നമുക്ക് ഓടിച്ച് പോവാം. അത്യാവശ്യം നല്ല പിക്കപ്പും കാര്യങ്ങളും ഈ വണ്ടിക്ക് ഉണ്ട് കേട്ടോ. ഡ്രൈവിംഗ് കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഈ വാഹനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതും കൊടുക്കാനുള്ള വാഹനമാണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്നവരെ ബൈ ബൈ.